വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ്. വനിതാ സംവരണത്തിന് കോൺഗ്രസ് എതിരല്ല, പക്ഷേ മണ്ഡല പുനർനിർണയം ഇതിനോടൊപ്പം നടപ്പാക്കുന്നതിനെതിരെയാണ് പ്രതിഷേധമെന്നും കൊടിക്കുന്നിൽ പറയുന്നു. 24 കൊടിക്കുന്നിലിന്റെ പ്രതികരണം. ഞങ്ങളുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ട്രെങ്ത് പരമാവധി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലുള്ള എംപിമാരെല്ലാവരും തന്നെ ഇന്ന് സഭയിൽ ഹാജരാകും. ഈ ബില്ലിനെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവതരണ വേളയിൽ തന്നെ ശക്തമായ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. എന്താണ് കൊടിക്കുന്നിൽ സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട 24 പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രവൃത്തി ഇന്ന് വനിതാ സംവരണ ഭേദഗതി ബില്ല് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃയോഗവും അതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളുടെ ആ യോഗവും ചേർന്നു കൃത്യമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത് വനിതാ സംവരണത്തെ അല്ല, മറിച്ച് മണ്ഡല പുനർനിർണയത്തെ ഇതുമായി ബന്ധിപ്പിക്കുന്നതിലാണ് പ്രതിപക്ഷം ആശങ്ക രേഖപ്പെടുത്തുന്നത്. കൃത്യമായി അവരുടെ നിലപാടുകളും ആ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിലെ ലോക്സഭയിൽ അംഗസംഖ്യയായ 543 വനിതാ സംവരണം നടപ്പിലാക്കട്ടെ എന്നതാണ് പ്രതിപക്ഷം ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കൃത്യമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ബില്ല് കൊണ്ടുവന്നത് അത് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെ എന്നതാണ് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിച്ചത്. അല്പസമയം മുമ്പ് നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് എംപിയോടും ഇക്കാര്യം സംസാരിച്ചിരുന്നു. കൃത്യമായി ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നതാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കും. ശക്തമായി തന്നെ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാകൂ. അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലപാടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇനി എന്തൊക്കെ നീക്കങ്ങളാണ് പാർലമെന്റിൽ നടത്തുക എന്നതാണ് ഏറെ നിർണായകം. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ ബില്ലിന്മേൽ സംസാരിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. ലോക്സഭയിൽ ഏകദേശം 18 മണിക്കൂറോളം ചർച്ചയാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരിക്കുന്ന 3 ബില്ലുകൾ. വനിതാ സംവരണ ഭേദഗതി ബില്ല്, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ല്, ഇതുകൂടാതെ തന്നെ കേന്ദ്രഭരണ നിയമ ഭേദഗതി ബില്ല്. അങ്ങനെ 3 ബില്ലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. എന്തായാലും ശക്തമായി എതിർക്കും. അതേസമയം വനിതാ സംവരണത്തിന് ഞങ്ങൾ എതിരല്ല, വനിതകൾക്ക് പരമാവധി പദവികളും സ്ഥാനങ്ങളും നൽകണമെന്ന അഭിപ്രായം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. വനിതാ സംവരണത്തിന് വേണ്ടി എക്കാലവും നിലനിന്ന പാർട്ടി കോൺഗ്രസ് എന്ന് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ആരൊക്കെ ആയിരിക്കും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നതാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.